പകർത്തിയെടുക്കുന്നുണ്ടല്ലേ എല്ലാവരും. നാളെ നവമാധ്യമങ്ങളിലെല്ലാം ഇട്ടിട്ട് ചർച്ച ചെയ്യൂലേ? ചർച്ച ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ചർച്ച കൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആൾത്തരങ്ങളൊക്കെ അനവധി ഉണ്ടായിരുന്നു. എല്ലാവരോടും തുടച്ചൻ ചോദിച്ചു, തുടച്ചനെ കാണാനോട് എല്ലാവരും പറയാം കേളനെ കാണാൻ വന്നെയാണ്. കണ്ടനാറ് കേളനെ കാണാൻ വന്നിട്ടാണ് ഇവിടെ എത്തിയിരുന്നാളെ. കേളനെ വീണ്ടും എല്ലാവർക്കും ഇപ്പോഴും. പക്ഷേ അതൊരു ബുദ്ധിശൂന്യമായിരിക്കുന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഒരു ആൾത്തരമായിരുന്നു. 4 ഭാഗത്തും തീയും കൊടുത്തു, നല്ലോണം കള്ളും കുടിച്ചിട്ടായിട്ട് അവർക്ക് നിന്നു അല്ലേ? അഗ്നിയും വായും കോപിച്ച ഒരു സമയം. അഗ്നിയും വായും കോപിച്ചാലെന്നുണ്ടാവും. അഗ്നിയും തീയും ഉണ്ടായി അതിൻ്റെ അകത്ത് കാറ്റ് പിടിച്ചാലോ? അഗ്നിയും വായും കോപിച്ച ഒരു സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും പായുമായിരുന്നു, ഒന്നും തിരിയാതെ കണ്ട്. ജീവന് വേണ്ടിയിട്ട് പായുന്ന സമയത്താണ് കരിനെല്ലി മരം കണ്ടിട്ട് അതിന്റെ മുകളിൽ കയറി. ഏതാന്ന് എന്നെക്കാട്ടി പേടിച്ചിട്ടും ഭയപ്പെട്ടിട്ടും ആടിയിരിക്കുന്ന കാളിയനും കരിവേലും 2 സർപ്പത്തന്മാർ. അത് ഇടവാർവിലും പറവാറിലും കൊത്തി അല്ലേ? അത് ഇവരെ പിടിക്കാൻ വരുന്നതാന്ന് വിചാരിച്ചിട്ടാണ് അത് പിടിച്ചു. കിടന്നില്ല, അതും സർപ്പം ദംശിച്ചു. 3 ആളും കൂടി അഗ്നിയിൽ വീണ് അഗ്നിയിൽ ലയിച്ചു. അഗ്നിയിൽ ലയിപ്പ് ചെയ്തിട്ടു. അഗ്നി കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു ഇതിനെ. അവിടെ കിടക്കും ഇതിന്. എന്നേരാന്ന് ഞാൻ വരും. വയനാട്ടിൽ നിന്ന് മലനാട്ടേക്ക് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ അഗ്നിയിൽ വീണ് കത്തിക്കരിഞ്ഞതുപോലെ കണ്ടിട്ട് ഉരുവും കരുവും, അവൻ്റെതായിരിക്കുന്ന ഉരുവും കരുവും കണ്ടിട്ട് ദൈവികമായിരിക്കുന്ന എൻ്റെ വില്ലുകൊണ്ട് തട്ടി നോക്കിയതാക്കി. ഞാനിങ്ങനെ തട്ടി നോക്കുമ്പോഴാണ് ജീവൻ വെച്ചത്. അങ്ങനെ അഹല്യക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമന്റെ പാദുക സ്പർശത്താലാണ് അല്ലേ? ഓരോന്നിനും ഓരോരോ കർമ്മവിധി തന്നെ ഉണ്ട്. ശ്രീരാമന്റെ പാദുക സ്പർശിച്ചാലല്ലേ അഹല്യക്ക് മോക്ഷം ഉണ്ടാവില്ല. അതുപോലെ എൻ്റെ വില്ല് സ്പർശിച്ചാലേ അവന് മോക്ഷം ഉണ്ടാവില്ലേ. ആ വില്ല് മുട്ടിയ സമയത്താണ് ജീവൻ വെച്ചെടുക്കുന്നതാണ് വില്ലും പിടിച്ചിട്ട് എഴുന്നേറ്റ് വന്ന്. കണ്ടതുകൊണ്ട് കണ്ടനാറുകളാന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട്, ഇനി എൻ്റെ കൂടെ നീ വന്നോ. എന്നിട്ടെന്താ വേണ്ടത്? ഞാൻ ഒരാളെ കൂട്ടിയിട്ട് വരുമ്പോൾ എന്താ വേണ്ടത്? ഒറ്റക്ക് അനുഭവിക്കാൻ പറ്റുക? കുചേലനായി പോലും അന്നേരം അല്ലേ? സഹപാഠിയായിരിക്കുന്ന കൃഷ്ണന് കൊടുക്കാതെ ഒറ്റക്ക് നിന്നത് പോലെ ആയി പോലെ. അതുകൊണ്ട് കൂട്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരത്തോട് പറഞ്ഞു, നീ ആദ്യം കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിച്ചുകൊണ്ടു. അതുകൊണ്ടാണ് ആദ്യം അതിനും കൊടുത്തു. അതൊക്കെ ഉപദേവന്മാരാണ് കേട്ടുക. അതൊക്കെ ഉപദേവന്മാരാണ് അല്ലേ? സ്ഥായി ആരാന്ന് കല്ലാടി? സ്ഥായി ആരാന്ന് കളക്കന്മാരെ? ഞാനാണ് സ്ഥായി ഇവിടെ. ഇതിന്റെ മൂലം, ഇതിൻ്റെതായിരിക്കുന്ന അനുഭവം, ഇതിൻ്റെതായിരിക്കുന്ന നെടുന്തൂണും ഞാൻ തന്നെയാണ്. എന്നിൽ വീതിയിട്ടൊരു ശബ്ദവും എന്നിൽ വീതിയിട്ടൊരു അനുഭവവും കൂടിയില്ല.